50 നോമ്പ് 50-ാം തിരുനാളിന് 2-ാം ദിന വചന ശുശ്രൂഷ. പെന്തക്കോസ്തായും ദൈവരാജ്യവും. പെന്തക്കോസ്തായ്ക്ക് ശിഷ്യന്മാരെ ഒരുക്കുന്നതിന് യേശു ചെയ്തത് അവരെ ദൈവരാജ്യത്തെപ്പറ്റി പഠിപ്പിക്കുക എന്നതായിരുന്നു. എന്തുകൊണ്ട്? പെന്തക്കോസ്തായും ദൈവരാജ്യവും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണത്. ദൈവരാജ്യം എന്ത് എന്നറിയുക ഈ സത്യം ഗ്രഹിക്കാൻ സഹായിക്കും. ദൈവത്തിൻ്റെ ഭരണം മനുഷ്യ ജീവിതത്തിൽ പൂർണ്ണമായി നിറവേറുന്ന അവസ്ഥ ആണ് ദൈവരാജ്യം. ആദിമാതാപിതാക്കന്മാർ പാപം ചെയ്യുന്നതിന് മുമ്പ് ഈ അവസ്ഥയിലായിരുന്നു. എന്നാൽ സ്വന്തം ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി ദൈവത്തിൻ്റെ ഭരണം വലിച്ചെറിഞ്ഞു അവർ. അതാണ് അവർ ചെയ്ത പാപം. അതോടെ സർവ്വക്രമക്കേടുകളും വന്ന് ഭവിച്ചു. ഈശോ ലോകത്തിലേക്ക് വന്നത് ഇത് പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു. അതിനവിടുന്ന് സ്വയം പരിത്യജിച്ച് പിതാവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങി കുരിശുമരണം വരെ അനുസരണയുള്ളവനായി അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ആൾ രൂപമായി. തൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴി യേശു ദൈവരാജ്യം പുനഃസ്ഥാപിച്ചു. അതായത് എല്ലാ മനുഷ്യർക്കും തന്നിഷ്ടം ഉപേക്ഷിച്ച് ദൈവഹിത അനുവർത്തികളാകാനുള്ള കൃപ നൽകി. എന്നാൽ പെന്തക്കോസ്തായിൽ സ്പർശിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതോടെയാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് വ്യക്തിപരമായി ഒരു യാഥാർത്ഥ്യമായി തീർന്നത്. ശിഷ്യന്മാരുടെ ഉദാഹരണം എടുക്കാം. അവർ പീഡാനുഭവത്തിന് ശേഷം തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട ഉദ്ധിതനായ കർത്താവിനെ പലതവണ കണ്ടിട്ടും അവരുടെ ആഗ്രഹം സ്വന്തം ഇഷ്ടം നടപ്പിലാക്കുക എന്നതായിരുന്നു. അതായത് ഇസ്രായേൽ രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനം. എന്നാൽ പെന്തക്കോസ്തായുടെ എല്ലാം മാറി മറിഞ്ഞു. സ്വജീവൻ പോലും ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ വേണ്ടി ലോക അതിർത്തികൾ വരെ അവരോടി. സഭയിലെ രക്തസാക്ഷികളുടെ ചരിത്രം ഇതല്ലേ പഠിപ്പിക്കുന്നത്. എസെക്കിയേൽ പ്രവാചകൻ 36:27 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ആത്മാവിനെ ഞാൻ അവർക്ക് നൽകും. അങ്ങനെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ അനുഷ്ഠിക്കുന്നവരുമാക്കി ഞാൻ അവരെ മാറ്റും. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ കുരിശുമരണ ഉദ്ധാനം വഴി നമുക്ക് കൈവന്ന ജീവിത നവീകരണം പൂർണ്ണമാകേണ്ടതിന് നമുക്കും ഒരു പെന്തക്കോസ്ത അനുഭവം അനിവാര്യമാണ്. വരുന്ന പെന്തക്കോസ്ത തിരുനാളിന് ഏറ്റവും ആത്മാർത്ഥമായി തീഷ്ണമായി ഒരുങ്ങിക്കൊണ്ട് ഈ അനുഭവത്തെ നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി.